ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ പോലെ ഘനഗംഭീരമായ വനങ്ങളില്ലാത്ത ഉണങ്ങി വരേണ്ട ഒരു സംസ്ഥാനമാണ് ഗുജറാത്ത്. ഇന്ന് ഗുജറാത്തിലെ കാടുകൾ ഭരിക്കുന്നത് ആഫ്രിക്കൻ സിംഹങ്ങളുടെ കൊറിയ സഹോദരങ്ങളായ ഏഷ്യാറ്റിക് ലയൺ എന്ന നമ്മുടെ ഇന്ത്യൻ സിംഹങ്ങളാണ്. പക്ഷേ 1982 സുരേഷ് ശ്രീവാസ്തവ എന്ന ജിയോളജിക്കൽ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ ശാസ്ത്രജ്ഞൻ കണ്ടെത്തിയത് 22 അടി നീളമുള്ള വേട്ടയ്ക്കായി നിർമ്മിക്കപ്പെട്ട ഒരു യന്ത്രം പോലുള്ള ജീവിയാണ്. യെസ്, എ കില്ലിംഗ് മെഷീൻ. ഇന്ത്യൻ ഫോസിൽ പഠനത്തിന് ഒരു തിലകക്കുറിയായി മാറിയ ആ വേട്ടക്കാരന് അവർ നൽകിയ പേരാണ് രാജാസോറസ്. ഇന്ത്യയുടെ ചെറുതെങ്കിലും സംഭവബഹുലമായ പാലിയന്റോളജി ചരിത്രത്തിലെ ഒരു ഏട് മാത്രമാണ് രാജാസോറസ്. അപ്പോൾ മറ്റുള്ളവർ ആരൊക്കെയാണ്? വാ, ഞാൻ പറഞ്ഞു തരാം. ഗുജറാത്തിലെ ലമേറ്റ ഫോർമേഷൻ എന്നാൽ ഒരു സംഘം പാറക്കൂട്ടങ്ങളാണ്. ഇവയ്ക്ക് അതിനു ചുറ്റുമുള്ള പാറകളിൽ നിന്നും അവയെ വ്യത്യസ്തമാക്കുന്ന ചില പ്രത്യേകതകളുണ്ടാവും. വെള്ളത്തിൻ്റെ അളവും പാറകളിലെ കെമിക്കലുകളുമൊക്കെ ഈ പ്രത്യേകതകളിൽ പെടും. കൂടാതെ ഇവ ഒരു പ്രത്യേക പാളി ഇവ കാണപ്പെടുന്ന സ്ഥലത്ത് ഉണ്ടാക്കും. ദിനോസറുകളുടെ മുട്ടകൾ ലഭിച്ചതിനാൽ തന്നെ ലമേറ്റ ഫോർമേഷൻ പ്രശസ്തമായിരുന്നു. മുട്ടയ്ക്ക് വേണ്ടിയുള്ള തിരച്ചിലിൽ സുരേഷ് ശ്രീവാസ്തവയ്ക്ക് ലഭിച്ചത് രാജാസോറസ് എന്ന മാംസമുക്കായ ഇരപിടിയൻ ദിനോസറിൻ്റെ അവശിഷ്ടങ്ങളായിരുന്നു. 66 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ് എല്ലാ ദിനോസറുകൾക്കും വംശനാശത്തിന് സംഭവമായ KT അല്ലെങ്കിൽ ക്രിട്ടേഷ്യസ് പാലിയോജീൻ വംശനാശ പരമ്പര സംഭവിച്ചത്. ഇതിനും ഏകദേശം 3,50,000 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിലെ ദിനോസറുകൾക്ക് വംശനാശം സംഭവിച്ചിരുന്നു. ഇതിന് കാരണം ഡെക്കാൻ ട്രാപ്പ് എന്നറിയപ്പെടുന്ന അഗ്നിപർവ്വതങ്ങളുടെ കൂട്ടമായിരുന്നു. അഗ്നിപർവ്വതങ്ങളുടെ സ്ഫോടനം ഇന്ത്യൻ ദിനോസറുകളുടെ വംശനാശം വേഗത്തിലാക്കി. അന്ന് ഗോണ്ട്വാന എന്ന വൻഭൂഖണ്ഡത്തിൽ നിന്നും വേർപിരിഞ്ഞ ഇന്ത്യ ഒരു ദ്വീപ് രൂപത്തിലാണ് നിലനിന്നിരുന്നത്. രാജാസോറസിൻ്റെ പ്രധാന ഭക്ഷണം ഒപ്പമുണ്ടായിരുന്ന മറ്റ് ദിനോസറുകളായിരുന്നു. രാജാസോറസ് ഒരു ആംബുഷ് പ്രെഡേറ്റർ ആയിരുന്നു. അതായത് അവർ ഒളിഞ്ഞിരുന്ന് ഇരപിടിക്കുന്നവരായിരുന്നു, ഇന്നത്തെ സിംഹങ്ങളെ പോലെ. ഇന്നത്തെ നർമ്മദാ നദീ താഴ്വരയിൽ നിന്നും രാജാസോറസിൻ്റെ ഫോസിലുകൾ ലഭിച്ചതുകൊണ്ട് തന്നെ രാജാസോറസിൻ്റെ സ്പീസീസ് നാമം നർമ്മദൻസിസ് എന്നാണ് ചേർത്തിരിക്കുന്നത്. അതായത് രാജാസോറസ് നർമ്മദൻസിസ് എന്നാണ് ഇതിൻ്റെ പൂർണ്ണനാമം. നിങ്ങളിൽ ചിലരെങ്കിലും പ്ലാനറ്റ് എർത്ത് എന്ന ഷോയിലൂടെ രാജാസോറസിൻ്റെ ഒരു രൂപം കണ്ടിട്ടുണ്ട്. ഇന്ത്യയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ മാംസവക്കുകളിൽ ഒരാളാണ് രാജാസോറസ്. രണ്ടാമതായി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ദിനോസർ ലോകത്തിലെ തന്നെ അത്ഭുതങ്ങളിൽ ഒന്നായി മാറാൻ ശേഷിയുള്ള ഒരു ദിനോസർ ഫോസിലായിരുന്നു. ലോകത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഭാരമുള്ള ജീവി നീലത്തിമിംഗലമാണ്. ഏകദേശം 200 ടണ്ണിനടുത്താണ് ഒരു നീലത്തിമിംഗലത്തിൻ്റെ എസ്റ്റിമേറ്റഡ് ഭാരം. അതേപോലെ തന്നെ ഏറ്റവും നീളമുള്ള ജീവി ഏതാണ് എന്നതിന് വേണ്ടി ദിനോസറുകളുടെയും നീലത്തിമിംഗലത്തിൻ്റെ ഇടയിലും ഒരു പോരാട്ടമുണ്ട്. ശരിക്കും ഇത് ഒന്നെങ്കിൽ പറ്റഗോടൈറ്റൻ മയോറം അല്ലെങ്കിൽ അർജന്റീനോസോറസ് ഒയിൻകുലൻസിസ് എന്നീ 2 ദിനോസറുകളാവാനാണ് സാധ്യത. ഇവയ്ക്ക് ഏകദേശം 121 അടിയോളം നീളം ഉണ്ടാവാം. ഏതാണ്ട് ഈ നീളത്തിനടുത്ത് തന്നെ ഉണ്ടായിരുന്നൊരു ദിനോസറാണ് ബൃഹത് കായോസോറസ്. ഇതിൻ്റെ പേര് വന്നിരിക്കുന്നത് സംസ്കൃതത്തിൽ നിന്നുമാണ്. ബൃഹത് എന്ന് പറഞ്ഞാൽ വളരെ വലിയ, കായോ എന്ന് വെച്ചാൽ ശരീരം, സോറസ് എന്ന വാക്ക് ഗ്രീക്കിൽ നിന്നും വന്നതാണ്. അതിൻ്റെ അർത്ഥം ലിസാർഡ് എന്നും. അപ്പോൾ ബൃഹത് കായോസോറസ് എന്ന് പറഞ്ഞാൽ വളരെ വലിയ ശരീരമുള്ള ലിസാർഡ് എന്നാണ്. തമിഴ്നാട്ടിലെ കല്ലുമേട് ഫോർമേഷനിൽ നിന്നുമാണ് ബൃഹത് കായോസോറസിൻ്റെ ഫോസിലുകൾ ലഭിച്ചത്. പക്ഷെ നിർഭാഗ്യവശാൽ നമുക്ക് ലഭിച്ച ഫോസിലുകൾ നശിച്ചു പോവുകയുണ്ടായി. അതിനാൽ തന്നെ ഇവയുടെ യഥാർത്ഥ സൈസ് നമുക്ക് കണ്ടെത്താനായില്ല. തമിഴ്നാടിൻ്റെ പരിധിയിൽ നിന്ന് ലഭിച്ചതുകൊണ്ട് തന്നെ ബൃഹത് കായോസോറസ് കേരളത്തിലും ജീവിച്ചിരുന്നു എന്നത് ഉറപ്പാണ്. ഇത് വളരെയധികം എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. മൂന്നാമതായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ദിനോസറിന് നമ്മളുടെ മിത്തോളജിയുമായി ഒരു ബന്ധമുണ്ട്. ആന്ധ്രാപ്രദേശിലെ കോട്ട ഫോർമേഷനിൽ നിന്ന് ലഭിച്ച ഈ ദിനോസറിൻ്റെ പേര് ദണ്ഡകാസോറസ് എന്നാണ്. രാമായണത്തിലെ ദണ്ഡകാരണ്യം എന്ന കാട്ടിൽ നിന്നുമാണ് ഈ ദിനോസറിന് ഈ പേര് ലഭിച്ചത്. ദണ്ഡകാരണ്യം എന്നാൽ ദണ്ഡകൻ എന്ന രാക്ഷസൻ ജീവിച്ചിരുന്ന കാട്. ദണ്ഡകാസോറസും ഏകദേശം ഒരു ദിനോസർ എന്ന രീതിയിൽ ഒരു രാക്ഷസനെ പോലെ തന്നെയായിരുന്നു. രാജാസോറസിനേക്കാളും വലിപ്പം കൂടിയൊരു മാംസബുക്കായിരുന്നു ദണ്ഡകാസോറസ്. ഏകദേശം 33 അടിയാണ് ദണ്ഡകാസോറസിൻ്റെ വലിപ്പം നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ ദിനോസർ രാജാസോറസിൻ്റെയും ബ്രാഹിയോളിസോറസിൻ്റെയും നോർത്ത് ഇന്ത്യയിലുള്ളതുപോലെ സൗത്ത് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഒരു ദിനോസറാണ്.
ഇയാൾ ശക്തനായ ഒരു പ്രെഡേറ്റർ ആയിരുന്നു. ഞാൻ നേരത്തെ റാഹിയോളിസോറസ് എന്ന ദിനോസറിനെ കുറിച്ച് പറഞ്ഞല്ലോ. നമ്മുടെ 4ാമത്തെ ഇന്ത്യൻ ദിനോസറാണ് റാഹിയോളിസോറസ്. രാജാസോറസിനൊപ്പം ഒരേ എക്കോസിസ്റ്റത്തിൽ ജീവിച്ചിരുന്ന മറ്റൊരു ദിനോസറായിരുന്നു റാഹിയോളിസോറസ്. എന്നാൽ റാഹിയോളിസോറസ് രാജാസോറസിനേക്കാളും നീളം കൂടുതലുണ്ടായിരുന്ന ഒരു ദിനോസറാണ്. ഇവയും ലമേറ്റ ഫോർമേഷനിൽ നിന്നുമാണ് ഇവരുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തപ്പെട്ടത്. റാഹിയോളിസോറസ് ഗുജറാത്തിയൻസിസ് എന്നാണ് ഈ ദിനോസറിൻ്റെ സ്പീസീസ് നാമം ഉൾപ്പെടെയുള്ള പേര്. അതിന് കാരണം ഇതിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് ഗുജറാത്തിലെ റാഹിയോളി എന്ന ഗ്രാമത്തിൽ നിന്നുമാണ്. 26 അടി നീളവും 2 മെട്രിക് ടണ്ണിനടുത്ത് ഭാരവും ഉണ്ടായിരുന്ന റാഹിയോളിസോറസ് രാജാസോറസിനേക്കാളും കുറച്ചുകൂടി മെലിഞ്ഞ ഒരു ദിനോസറായിരുന്നു. കൂടുതലും ഓട്ടത്തിന് വേണ്ടിയായിരുന്നു ഈ ഒരു അഡാപ്റ്റേഷൻ അതിന് ഉണ്ടായിരുന്നത്. 5ാമതായി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ദിനോസർ ഇന്ത്യയിലും പാകിസ്ഥാനിലും കണ്ടെപ്പെട്ട ഒരു ദിനോസറാണ്. ഈ ദിനോസറിൻ്റെ പേര് ഇസിസോറസ് എന്നാണ്. ഈ പേര് വരാൻ കാരണം ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഷോർട്ട് ഫോമായ ഇസി ആണ്. ഈ ദിനോസർ ബൃഹത് കായോസോറസിനെ പോലെ തന്നെ ഒരു സോറോപോഡാണ്. സോറോപോഡുകൾ എന്നാൽ ആധുനിക ഉരഗങ്ങളെ പോലെയുള്ള ഇടുപ്പെല്ലുകളുള്ള ദിനോസറുകൾ. ഇന്ത്യയിൽ നിന്ന് ലഭിച്ചതിൽ ഏറ്റവും നന്നായി പഠനവിധേയമായിട്ടുള്ള ദിനോസറുകളിൽ ഒന്നാണ് ഇസിസോറസ്. ഇസിസോറസിൻ്റെ ഡങ്ങിൽ നിന്നും അതൊരു സസ്യബുക്ക് ആണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിച്ചു. ഒപ്പം അന്ന് ചെടികളിൽ ഉണ്ടായിരുന്ന ചെടികളെ ബാധിക്കുന്ന പാത്തോജനുകൾ അല്ലെങ്കിൽ രോഗാണുക്കൾ ഏതാണ് എന്ന് നമുക്ക് തിരിച്ചറിയാനും സാധിച്ചു. ഇസിസോറസ് ബൃഹത് കായോസോറസിൻ്റെ അത്രയും വലുതല്ലായിരുന്നെങ്കിലും ഏകദേശം 59 അടി നീളവും 15 ടൺ ഭാരവുമുള്ള ഒരു സസ്യബുക്കായിരുന്നു ഇസിസോറസ്. ഇത് കൂടാതെ ഫോസിലുകളുടെ അഭാവം മൂലം നമുക്ക് ആഴത്തിൽ പഠനത്തിന് വിധേയമാക്കാൻ സാധിക്കാത്ത ചില ദിനോസറുകളും ഇന്ത്യയിലുണ്ടായിരുന്നു. ഉദാഹരണങ്ങളാണ് ജക്ലപള്ളിസോറസ്, ലേവിസൂക്കസ്, ജൈനോസോറസ്, കൊംസോസൂക്കസ്, രവീന്ദ്രനാഥ് ടാഗോറിന് ആദരസൂചകമായി പേര് നൽകപ്പെട്ട ബരാപ്പസോറസ് തഗോറി എന്നിവ. ഇന്ത്യയുടെ ഭൂതകാലത്തിൽ നിലനിന്നിരുന്ന അനേകായിരം അഗ്നിപർവ്വതങ്ങളുടെ പ്രവർത്തനം മൂലവും ഗവേഷണത്തിലും സാമ്പത്തികത്തിലുമുള്ള അഭാവവും ഒപ്പം ഇന്ത്യയുടെ ഉഷ്ണമേഖലാ പ്രദേശത്തിലുള്ള നിലനിൽപ്പും നമ്മുടെ ഫോസിൽ കണ്ടെത്തലുകളെ പാടെ കുറച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ അറിയണം എന്നാഗ്രഹമുള്ള ജീവികളെയോ പ്രക്രിയകളെയോ കുറിച്ച് താഴെ കമൻറ്റ് ചെയ്യുക. തീർച്ചയായും അവയെക്കുറിച്ച് സംസാരിക്കുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ് ഫ്രം മെഗസ്കോപ്പ് ദി ബിഗ് പിക്ചർ. ബൈ.